ചേട്ടാ ഒരു സോഡ, ഒരു കപ്പ് വറുത്തത്, ഒരു അച്ചാറ്, പിന്നെ ഒരു കോള. 95. നാളെയാ ഞാൻ 5 രൂപ നടക്കൂല കേട്ടോ. ഇവിടെ നിങ്ങൾ സാധനം വാങ്ങിയിട്ട് ബാക്കി ചില്ലറ വരുമ്പോ നാളെ തരാം, പിന്നെ തരാം, മിഠായി കൊടുത്തോ അതെടുത്തോ മൊബൈൽ കൊടുത്തോ എന്നൊക്കെ പറയും. അതെ ഞങ്ങളുടെ പൈസക്ക് തന്നെ വരില്ലേ? നിങ്ങൾ പണിയെടുത്ത് തിന്നേണ്ട പൈസ ഉണ്ടാകണേ. മുന്നോട്ട് ചാവണ്ട. 10 രൂപ എന്തായാലും ഉള്ളപ്പോ 5 രൂപ തിരിച്ചറിഞ്ഞത്. വാസുവിന് അവസരം കേട്ടോ. അയ്യേ മൂഞ്ചി മൂഞ്ചി അയ്യേ ലോട്ട് ഓഫ് ഇഞ്ചുറി പ്രോബ്ലംസ് ആണ് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത്. തുടർച്ചയായ 3 പരാജയങ്ങൾ ഒഡീഷ, പഞ്ചാബ് ആൻഡ് ലാസ്റ്റ് മാച്ചിൽ അഗെയിൻസ്റ്റ് ചെന്നൈ. പകുതി ഗോവയ്ക്ക് സമ്പൂർണ്ണ ആധിപത്യം എന്ന് പറയേണ്ടി വരുന്നു. അത് വമ്പം നന്നാക്കായിരുന്നല്ലേ അതപ്പാ. രോമാഞ്ചം വരുന്നടാ. which is okay, which is great, but it shouldn't get to a place where തമാശയും കോമഡിയൊക്കെ അടിപൊളിയാണ്. ഇപ്പോ പക്ഷെ പേഴ്സണലി അറ്റാക്ക് ചെയ്തിട്ട് ഫണ്ണല്ലേ ബ്രോ എന്ന് പറഞ്ഞാൽ അത്ര ഫണ്ണല്ല. സത്യം 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 ആ സത്യം സത്യം. ട്രിപ്പാണോ? ആ ട്രിപ്പ് പോവാ. എവിടെ പോവാ? കൊടൈക്കനാൽ പോവാ കൂട്ടുകാർ കൂടി. ഇടുക്കിയാണോടാ? ഇടുക്കിയാണോ ഒരു സ്ലാങ് ഇട്ട്? ഒരു മിനിറ്റ് എന്നാ അമ്മേ? നീ എവിടെ പോയടാ? ഞാൻ അരി മേടിക്കാൻ. നീ റേഷൻ കാർഡ് എടുക്കാതാണ് അരി മേടിക്കാൻ പോകുന്നത്? ആ വന്ന് മര്യാദക്ക് വന്ന് റേഷൻ കാർഡ് എടുത്തോണ്ട് പോടാ. ഇല്ല ഇന്ന് നിനക്ക് വൈകിട്ട് കഞ്ഞിയില്ല. ആ ശരി ശരി. ശരി പോകട്ടെ. ബാഗൊക്കെ തൂക്കി ഇറങ്ങിക്കോ കൊടൈക്കനാൽ. റേഷൻ കട എത്തി. ആള് റേഷൻ കട എത്തി കേട്ടോ. പിടിച്ച ആ ഒരു പിടുത്തം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു പിടുത്തമായിരുന്നു കേട്ടോ. പായസം വേണ്ട, മനസ്സിലായില്ല. ഞാൻ ചെക്കൻ്റെ കൂട്ടുകാരനാണ്. മോക്ക് ഇവിടെ പായസം. മോള് ഞാൻ പെണ്ണിന്റെ വീട്ടിൽ. മക്കളൊന്ന് തിരിഞ്ഞു നോക്കിയേ. കല്യാണ വീടല്ലട്ടാ, ആണ്ട് സദ്യ. എനിക്കണ്ട ഇരുന്നു കഴിച്ചിട്ട് പോയാ. ഈ സെറ്റ് ഫുള്ള് തന്നെ ആയിരുന്നാ? യൂണിയൻ ആണ് കൊള്ളാം കേട്ടോ. കണ്ടന്റ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ അവൻ ഇട്ടിട്ട് പോരാൻ പറ്റില്ല ഒരിക്കലും. അവനെ എവിടെ നിന്ന് എങ്ങനെയും സേവ് ചെയ്യണം. അതാണ് സുഹൃത്തുക്കൾ. ഒരുപാട് അർത്ഥങ്ങളുള്ളൊരു റീലാണ് കേട്ടോ. നേരം വെളുത്തു കഴിഞ്ഞാൽ ഇവനങ്ങ് കഴയങ്ങ് കേരള വിഷയം പിന്നെ കേറും അങ്ങ് നേരം വെളുത്തു കഴിഞ്ഞാൽ പിന്നെ ആശാനെ കിട്ടത്തില്ല. പിന്നെ ഓഫീസില് കേരള ഓഫീസിൽ തൂക്കി. സൗണ്ട് പ്ലേ വന്നിട്ട് ഇവരെ കിട്ടിക്കാണ് കേട്ടാ. ഇത് ലാസ്റ്റ് ദിവസമായിരുന്നു, ജോലിയുടെ ലാസ്റ്റ് ദിവസമായിരുന്നു കേട്ടോ. എന്തൊരവസ്ഥയല്ലേ ആലോചിച്ച് നോക്ക്. ലൈവ് കണ്ടിട്ട് മനപ്പുറം ഏകിൾപുറമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നെറ്റ് കട്ട് ചെയ്ത് വിടുന്നതും പിങ് കയറ്റി വിടുന്നതൊക്കെ ആലോചിക്കുക ഓഫീസിൽ നിന്ന്. മഞ്ഞുമേൽ ബോയ്സ് അകപ്പെട്ട കൊടൈക്കനാലിലുള്ള ഗുണ കേവിനെക്കാളും വലിയ ഒരു ചരിത്രം
തുളുമ്പുന്ന ഒരു സ്ഥലം നമ്മുടെ തിരുവനന്തപുരത്തുണ്ട്. അത് നമ്മളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് അറിയാമോ? ഈ വീഡിയോയിൽ ഞാൻ ശരിക്കും ഇത് ഏത് സ്ഥലമാണെന്ന് പറയുന്നില്ല, എങ്കിൽ തന്നെ ഇതിന്റെ സ്ഥലപ്പേര് ചിലവർക്കറിയാം. ഇത് വെള്ളാണിക്കൽ പാറയാണ്. എന്താ പറഞ്ഞേ? ഞാൻ ശരിക്കും ഇത് ഏത് സ്ഥലമാണെന്ന് പറയുന്നില്ല, എങ്കിൽ തന്നെ ഇതിന്റെ സ്ഥലപ്പേര് ചിലവർക്കറിയാം. ഇത് വെള്ളാണിക്കൽ പാറയാണ്. ഇത് ഏത് ജില്ലയിലാണെന്നും തൽക്കാലം പറയാത്തത് ആളെന്തോ ആളെനിക്ക് ആള് ലോസ്റ്റാടാ. വേറൊന്നുമല്ല, ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ എക്സ്പ്ലോഷൻ ചെയ്ത് ഏതെങ്കിലും എക്സ്പ്ലോറിംഗ് ആണോ ഉദ്ദേശിച്ചത്? രീതിയിലൂടെ അപകടം വന്നു കഴിഞ്ഞാൽ അത് എന്റെ തലയിലാവും. ഇതാണ് പുലി. ഇവിടെ എക്സ്പ്ലോഷൻ ചെയ്ത എന്റെ തലയിലാവും. ജില്ല ഏതെന്ന് പറയൂല, തിരുവനന്തപുരം. സ്ഥലം ഏതെന്ന് പറയൂല, ചിലർക്കറിയാം, ചിലർക്കറിയുടെ വെള്ളാണിക്കൽ പാറയാണ്. ഏകദേശം 15 കിലോമീറ്ററോളം എക്സ്പ്ലോർ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് പറയാം. 15 ദൂരം കിലോമീറ്റർ ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഭയങ്കര വലിയൊരു പുലിമടയാണ്. അപ്പം ഇത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വെള്ളാണിക്കൽ പാറ എന്നാണ് പറയുന്നത്. കറക്റ്റ് റൂട്ടും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല. അപ്പൊ അടുത്ത് പറയാൻ പാടുന്നത് കറക്റ്റ് റൂട്ടാണ്. എങ്കിൽ തന്നെ നമ്മളുടെ, അതായത് ഇപ്പൊ മഞ്ഞുമേൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി, ഗുണ കേവ്, അതിനെക്കുറിച്ച് ഇതുവരെയ്ക്കും ഒരു ശാസ്ത്രീയമായ അടിത്തറയോ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ദൂരം എത്രയാണെന്നോ ഇതുവരെയ്ക്കും അളന്നിട്ടില്ല. നമ്മളെ കേരള സംസ്ഥാനത്തിൽ ഇതേപോലെയുള്ള ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഗുഹാമുഖങ്ങളുണ്ട്, തുരങ്കങ്ങളുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ കാണുന്ന പുലിമടയുണ്ടല്ലോ, അതായത് നമുക്ക് കുറച്ച് സ്ട്രെച്ചിൽ ഏകദേശം ഒരു 15 മീറ്ററോളം ഇഴഞ്ഞു നീങ്ങി 50 മീറ്റർ ഇടുങ്ങിയ ഗുഹ കടന്നാൽ കൊള്ളാം കൊള്ളാം. ആരും ഇതിപ്പോ നമ്മള് മാത്രം അറിഞ്ഞിട്ടുള്ളൂ, വേറെ ആരും അറിഞ്ഞിട്ടില്ല. പ്ലസ് ടു പഠിച്ചാ കംപ്ലീറ്റ് A+ വാങ്ങിച്ചു. വീട്ടിൽ ലഡു ആയിട്ട് വന്നു. ചേട്ടായി ലഡു. ആ കൊള്ളാടാ, നീ മിടുക്കനാ കേട്ടോ. പക്ഷെ നീ പഠിക്കുന്നൊന്നും ഈ ചേട്ടായി കണ്ടിട്ടില്ല. അതിപ്പോ ചേട്ടായി കഴിഞ്ഞ ദിവസം 3ാമത്തെ കൊച്ചുണ്ടായെന്നും പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി ലഡു കണ്ടപ്പം ഞാൻ ഇതുപോലെ തിരിച്ചെല്ലാം ചോദിച്ച മനുഷ്യ നിങ്ങളോട്. ചോദ്യം. അയ്യോ, ഈ സീൻ എന്നെ ഓർമ്മിക്കല്ലേ, എന്റെ മൂടു. ഇവിടെ എത്തിയപ്പോ ഇങ്ങോട്ട് വരലേന്ന് വിചാരിച്ചപ്പോ സരക്കണ്ണം വിചാരിച്ചതേ ആളുള്ളോണ്ട് ഞാൻ ഇറങ്ങി നിക്കുവന്ന്. C4 വെച്ച കാര്യം അപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല. അതെന്റെ മാന്യത. വെറുത്തു ഞാൻ അതല്ല വെറുത്തത്. ഞാൻ ഇവരിത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് വന്നിട്ട് ഞാൻ എന്നെ ഓർമ്മിപ്പിക്കല്ലേ. അറ്റ്ലീസ്റ്റ് ഒരു മോട്ടർ അങ്ങനെ വൈൻഡ് ചെയ്യുന്നത് എനിക്കറിയോ? സിമ്പിൾ സാർ. എങ്ങനെയാണ് സാർ? എന്തോടോ അരിയാട്ട് വന്നു? പ്രോസസ് ഓഫ് വൈൻഡിങ്. ഇതൊക്കെ എക്സാമിന് വൈൻഡിങ് പ്രോസസ് ചോദിച്ചാൽ എങ്ങനെ എഴുതി വെക്കടാ? സത്യല്ലേ, മോട്ടോർ വൈൻഡിങ് പ്രോസസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതൂ? അറ്റ്ലീസ്റ്റ് ഒരു മോട്ടർ അങ്ങനെ വൈൻഡ് ചെയ്യുന്നത് എനിക്കറിയോ? സിമ്പിൾ സാർ. എങ്ങനെയാണ് സാർ? എന്തോടോ അരിയാട്ട് വന്നു? നോ സാർ, പ്രോസസ് ഓഫ് വൈൻഡിങ്. എടോ തിയറി ആണോ ചോദിച്ചത്? സാർ എന്തിനാണ് സാർ എല്ലായിടത്തും തിയറി? സാർ നിങ്ങളുടെ കമ്പനിക്ക് ജോലി തന്നു വിചാരിക്കട്ടെ. ഞാൻ നിങ്ങളുടെ കമ്പനി ജോലിക്ക് നിൽക്കുകയാണ്. ഒരു മോട്ടോർ വൈൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ കൈ തടക്കി വെച്ചിട്ട് ഇങ്ങനെ തിയറി പറഞ്ഞാൽ മോട്ടറിന്റെ വൈൻഡ് ആവുമോ? ഇല്ലല്ലോ. ഞാനത് കൈകൊണ്ട് ചെയ്താലേ ആവുള്ളൂ സാർ. പിന്നെ എന്തിനാ സാർ ഈ തിയറി എല്ലായിടത്തും? എന്റെ ദൈവമേ, എന്റെ പൊന്നു കുഞ്ഞെ, നിനക്കൊരു ഫീസ് കെട്ടാൻ അറിയാവോ? പോട്ട്, അതെല്ലാം പോട്ട്. 2 ഫേസും 3 ഫേസും ഉണ്ടോ സാർ? അക്കോർഡിംഗ് ടു ഹിന്ദു മിത്തോളജി. ഹിന്ദു മിത്തോളജി? സാർ, അക്കോർഡിംഗ് ടു ഹിന്ദു മിത്തോളജി 3 ഫേസ് ഈസ് ബ്രഹ്മദേവ്, ലോർഡ് ബ്രഹ്മ, and 2 ഫേസ് ഈസ് ലോർഡ് ശിവ and പാർവതി ദേവി. ഹാഫ് 2 ഫേസ് ബ്രഹ്മ, 3 ഫേസ്. There is one more another face. 10 ഫേസ് രാവണ.
സൂപ്പറായിട്ട് പഠിച്ച് അനദർ ഫേസ് 10 ഫേസ്. പക്ഷെ ഞാൻ അങ്കിളായിരിക്കും. എന്താ താറാവിന്റെ ചെയ്യണേ? എന്നെ ഇതുപോലെ ഒന്ന് കുളിപ്പിച്ചു തന്നിരുന്നെങ്കിൽ ഞാൻ സത്യയുടെ വെളുത്ത് തുടുത്ത് സുന്ദരനായ എന്നെ. എടാ ഞാൻ എന്താ കണ്ടോണ്ടിരുന്നേ? അയ്യോ തിന്നിറക്ക്, നീ തിന്നിറക്കടി. നീ എന്താ കാണിച്ചോണ്ടിരുന്നത്? ഞാനിപ്പോ എന്താ കണ്ടത്? എടാ എന്താണ് നമ്മളെ കാണിച്ചോണ്ടിരുന്ന? എന്ത് സാധനമായിരുന്നു ഇത്രയും നേരം? കുളിപ്പിക്കാനെങ്ങാനും ചെന്ന് കിടന്നെടുത്തിട്ട് നിങ്ങളുടെ അവസ്ഥ ആലോചിച്ചാ. ബാബുവിന് വേണ്ട, ബാബുവിന് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് പാലക്കാട് ജില്ലയിലെ നെന്മാറ വല്ലങ്ങി വേല. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ നെന്മാറ വല്ലങ്ങി, പാലക്കാട് ഏറ്റവും പ്രശസ്തമായ നെന്മാറ വല്ലങ്ങി വേല. എന്തിനാ അത്?